അർജുൻ അയച്ചെന്ന പുതിയ ലൊക്കേഷൻ ഇത് തന്നെയാണല്ലോ. ഏതെങ്കിലും ചാത്തം ബ്രാൻഡി വാങ്ങിച്ചാ മതി. ചാത്തൊന്നും അടിക്കരുത്, സ്റ്റാൻഡേർഡ് സാധനം മതി. അല്ലേ കൂമ്പ് വേണം പറഞ്ഞേക്കാം. അപ്പൊ കാശ് വാങ്ങിച്ചിട്ടാണ് ഇയാൾ ചൈത്രയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇത്തരം ചീപ്പ് പരിപാടികൾ ചെയ്യാറില്ല. എന്നാലും ലേഡീസിന് ബിവറേജിലൊക്കെ പോയി ക്യൂ നിൽക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. പട്ടികൾ എന്തിനെങ്ങനെ പറഞ്ഞു കുരയ്ക്കുന്നത്? ആരെങ്കിലും അവറ്റകൾ ഉപദ്രവിക്കുന്നാവോ? പാവം കിട്ടും. ചൈത്ര, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോടോ നിന്റെ അനിയത്തിയോടോ ഒന്നും സംസാരിക്കാനില്ല. പകരം ചെയ്ത് കാണിച്ചു തരും. കാത്തിരുന്നോ രണ്ടും. ഹലോ, ഹായ്, നമുക്കേ പോയാലോ? അയ്യോ, കുഴപ്പമായ. ഞാൻ വിളിക്കാൻ നോക്കിയിരുന്ന പോലെയാണല്ലോ ഇറങ്ങി വരുന്നത്. തന്റെ കൂടെ ഞാൻ എങ്ങോട്ടാണോ വരേണ്ടേ? അയ്യോ, അതല്ല. ഏതല്ലാന്ന്? കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നോ? അയ്യോ, എന്റെ പൊന്നു കൊച്ചേ. ഞാൻ എപ്പോഴാടോ തന്റെ പൊന്നു കൊച്ചായത്? ഓ, എന്നാ പിന്നെ പൊന്നു കൊച്ചു പോട്ടെ. എടോ ഭൂലോക ജാടേ, നിങ്ങളുടെ എന്തോ ഓട്ടോ ഉണ്ടെന്ന് സ്വാമികൾ പറഞ്ഞു. അവിടെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത്. ദേ, തന്റെ അടവൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. തന്റെ ദുരുദ്ദേശം വെച്ചാ താൻ പോയാലോ എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞാൻ എന്തിനാണോ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഹലോ, നീ അയച്ചെന്ന ലൊക്കേഷനിൽ ചെന്നപ്പോ പട്ടികൾ എന്നെ കടിക്കാൻ ഓടിച്ചു. എന്നിട്ട് നീ ആ പട്ടികളെ തട്ടിയോ? എടാ 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 നാണം കിട്ടവനെ. അപ്പോഴും നിനക്ക് പട്ടികളെ ഓർത്ത സെന്റിമെന്റ്സ് അല്ലേ? അവറ്റകളുടെ വായിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട എന്നെ കുറിച്ച് നിനക്ക് ഒരു ചിന്ത പോലും ഇല്ലല്ലേ? ഓ എടി, നീ ഒന്ന് സമാധാനം. രണ്ടുപേടെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചത്. കുറച്ചു മുമ്പ് ആ ഭാഗത്തുനിന്ന് പട്ടികളുടെ നിലവിളി ഞാൻ കേട്ടു. പട്ടിയുടെ അല്ലടാ, അത് എന്റെ നിലവിളിയായിരുന്നു. നിലവിളി ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ തെക്കോട്ട് വാ. തെക്കും വടക്കും പറഞ്ഞ് കണ്ടുപിടിക്കാൻ എന്റെ വടക്ക് നോക്കി യന്ത്രമൊന്നും ഇല്ല. നീ ലെഫ്റ്റോ റൈറ്റോ ഒന്ന് പറയടാ മണ്ട. നീ ലെഫ്റ്റിലേക്ക് നടക്കും. ഞാനേ ഗേറ്റിന് പുറത്തേക്ക് വരാം. ശരി. താൻ എന്തിനാടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ? എന്നാ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. തനിക്ക് പൊക്കൂടായിരുന്നോ? താനല്ലോടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഓ സോറി, ഞാൻ മറന്നുപോയി. നമുക്കേ റോഡിന് പുറത്തുനിന്ന് സംസാരിക്കാം. വാ. ഇങ്ങോട്ട് വാ. താൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ എന്നെ കിട്ടില്ല. ഇങ്ങോട്ട് വാടോ. അതെ, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവളുടെ മുമ്പിൽ വെച്ച് എന്നോട് റെസ്പെക്റ്റോടെ സംസാരിക്കണം. തന്നെ റെസ്പെക്ട് ചെയ്യേണ്ടി വന്ന അന്ന് ഞാൻ തൂങ്ങിച്ചാവും. അവളുടെ ജാട നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
ചെകുത്താനെ കണ്ടു, അത്ര തന്നെ. ഓഹോ, നിന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്ന് പട്ടികളുടെ പണി വാങ്ങിച്ച ഞാൻ നിനക്ക് ചെകുത്താൻ അല്ലടാ. നീയുമായിട്ടുള്ള എല്ലാ റിലേഷനും കട്ട്. ഗുഡ് ബൈ. ഞാൻ പറയട്ടെ. നീ വന്നേ. ചെകുത്താണെന്ന് ഞാൻ പറഞ്ഞതേ നിന്നെ കുറിച്ചല്ല. ഈ വീട് കണ്ട, ഈ വീട് അഹങ്കാരികളായ പെണ്ണുങ്ങളുടെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസാ. ഇവിടത്തെ ഭൂതങ്ങളെ വെച്ച് നോക്കുമ്പോ നീ ഒരു യക്ഷി. ഞാൻ യക്ഷിയോ? അല്ല, യക്ഷി എന്ന് പറയുമ്പോ മറ്റേ ബ്ലഡ് കുടിക്കുന്ന കക്ഷിയല്ല. ക്യൂട്ട് യക്ഷി. നമ്മുടെ ഡെലുലുവിനെ പോലെയും നീലിയൊക്കെ പോലെ. ഓ, അതാണോ ഉദ്ദേശിച്ചത്? ആ, എങ്കിൽ പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല അർജുൻ, ഞാൻ അത്രയ്ക്ക് ക്യൂട്ടാണോ? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതറണ്ട. നീ ആരിനെ കണ്ടിട്ട് എന്തായി അത് പറ. ആര്യനും ഞാനും തമ്മി ഭയങ്കര കമ്പനിയായി. പക്ഷേ ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് ആര്യം കരുതിയിരിക്കുന്നത്. പിന്നെ ഞാനത് തിരുത്താൻ നിന്നില്ല. എങ്ങനെയെങ്കിലും ക്ലോസ് ആയി ആളെ സെറ്റാക്കുക എന്നുള്ളതാണല്ലോ എന്റെ ഉദ്ദേശം. അയാളെ നിന്നോട് മോശമായിട്ട് പെരുമാറിയൊന്നുമല്ലോ. അയാളെ കുറിച്ച് സ്വാമികൾ പറഞ്ഞത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. ആ കള്ള സ്വാമിയെ കുറിച്ച് ആര്യൻ പറഞ്ഞതും മഹാമോശായിട്ടാ. ആര്യൻ ഇത്തിരി കള്ളുടിക്കുമെങ്കിലും ഇന്നിനോട് വളരെ ഫ്രണ്ട്ലി ആയി സംസാരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എടി, നീ ഇഷ്ടപ്പെടുന്നത് അയാളെ പണത്തെയാ. അതുകൊണ്ട് തന്നെ അയാളുടെ മറ്റു കുറവുകളൊന്നും നീ കണക്കാക്കില്ല എന്നാര് പറഞ്ഞു? ആള് ചുള്ളനാ, ഭയങ്കര ഫണ്ണിയാ. പന്നിയാ? പന്നിയല്ലടാ, ഫണ്ണി. അടിപൊളി ലൈഫ്. പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാനും അറിയാം. ഇതിലൊക്കെ കൂടുതൽ എന്താ വേണ്ടത്? അയാള് ഭയങ്കര കുടിയാണെന്നാ സ്വാമിയങ്ങൾ പറഞ്ഞത്. ഓ, പിള്ളേര് കുപ്പിപ്പാല് കുടിക്കുന്ന പോലെ അത്രേ ലിക്കർ ഫ്ലാസ്കിൽ നിന്ന് മദ്യപിക്കുന്നത്. അതൊക്കെ ഞാൻ നിർത്തിക്കോളാം. വല്ലപ്പോഴും വേണമെങ്കിൽ കുടിച്ചോട്ടെ, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയാൽ എന്റെ ആര്യനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആ സ്വാമിയെ ആദ്യം ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇവളുടെ പോക്ക് ശരിയല്ല. ആ, അതൊക്കെ പോട്ടെ. ഈ പ്രസന്റേഷൻ വാങ്ങിച്ച സ്ഥിതിക്ക് വധുവരന്മാരെ കണ്ട് ഇതൊന്ന് കൊടുക്കണം. അതിലൂടെ SP അങ്കിളിനെ എനിക്ക് ഒന്നുകൂടി ഇംപ്രസ് ചെയ്യാലോ. അതെ, ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ അഹങ്കാരി പെണ്ണുങ്ങൾ കാരണം മൊത്തം പ്രശ്നം. കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഒന്നും വെച്ചിട്ടില്ല. പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ പോലും പുറത്തൊന്നും ആരും വന്നിട്ടില്ല. നീ അങ്ങോട്ട് ചെന്ന് കയറുന്നത് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അയ്യോ, അപ്പൊ ഞാൻ വാങ്ങിച്ച പ്രസന്റേഷൻ എന്ത് ചെയ്യും? പ്രസന്റേഷൻ ഞാൻ അവർക്ക് കൊടുത്തോളാം. നീ വന്ന കാര്യം SP അങ്കിളോട് പറഞ്ഞു തള്ളിയേക്കാം. ശരി, എങ്കിൽ പിന്നെ നീ കൊടുത്തോ. ഞാനേ വീട്ടിൽ ചെന്ന് ആര്യന് ഫോൺ ചെയ്തിട്ട് നിന്നെ ഫോൺ വിളിക്കാം. ഓക്കേ.